അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഫത്ഹുൽ ഖയ്യൂമിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് വബഅഇദി സ്വദ്റ വദാരിൽ ഖാലി വസുദ്ദ ബാബ കത്റത്തിൽ മാഖാലി എന്നുള്ള വരിയാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് വർഗബ് അനിൽ ആബി, അല്ലെങ്കിൽ ലി ആബി എന്നും പറ്റും, ലു ആബി എന്നും പറ്റും കേട്ടോ. വർഗബ് അനിൽ ആബി വൽ മാലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലിഖൽബില്ലാഹി. വർഗബ് അനിൽ ആബി, അല്ലെങ്കിൽ അനിൽ ആബി അലിൽ ആബി രണ്ടും പറ്റും. അനിൽ ആബി വൽ മാലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലിഖൽബില്ലാഹി. വർഗബ് വർഗബ് അൻ, നീ വെറുക്കുക, നീ വെറുക്കുക. അൽ-ഗാബ് ലിആബ് അല്ലെങ്കിൽ ലുആബ്, കളികളെ. ലഅബിൻ്റെ ജമ്മാണ് ലിആബ്. ലഅബ എന്നുള്ളതിൽ നിന്ന് ലഅബ് കളി, ലിആബ് കളികൾ. കളികളെ നിങ്ങൾ വെറുക്കുക. അപ്പോൾ അമിതമായ കളിയൊക്കെ നിങ്ങൾ വെറുക്കണം. അതുപോലെ തന്നെ വൽ മലാഹി, വൽ മലാഹി വിനോദങ്ങളും, വിനോദങ്ങളും കളികളും നിങ്ങൾ വെറുക്കണം. ഓക്കെ, വൽ മലാഹി വിനോദങ്ങളും കളിയും. അൽ-ലഅബ് പറഞ്ഞ കളി, മലാഹി പറഞ്ഞ വിനോദങ്ങൾ, വിനോദങ്ങളും കളികളും നിങ്ങൾ വെറുക്കണം. ഫൽ ഇൽമു, കാരണം ഇൽമ് എന്നുള്ളത്, ഇൽമ എന്നുള്ളത് ലം യഹ്സുൽ, അത് ലഭിക്കുകയില്ല, ലിഖൽബില്ലാഹി, അശ്രദ്ധമായിരിക്കുന്ന മനസ്സുകൾക്ക് ഇൽമ് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. ലം യഹ്സുൽ, അത് കരസ്ഥമാക്കപ്പെടുകയില്ല, ലിഖൽബില്ലാഹി, അശ്രദ്ധമായിരിക്കുന്ന മനസ്സുകൾക്ക് ഇൽമ ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കളിയല്ലാതെ പഠനം മുടങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കളിയും മറ്റു കാര്യങ്ങളും വിനോദങ്ങളെല്ലാം വെറുക്കണം എന്നാണ് മഹാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ വർഗബ്, നീ വെറുക്കുക, നീ വിട്ടുമാറുക എന്നൊക്കെ അർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റഗിബ അൻ, റഗിബ ഫി, റഗിബ ഇല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റഗിബ അൻ എന്ന് പറഞ്ഞാൽ വെറുക്കുക, റഗിബ ഫി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക എന്നർത്ഥമുണ്ട്. അപ്പോൾ റഗിബയുടെ കൂടെ അന്നാണ് വരുന്നതെങ്കിൽ വെറുക്കുക എന്നും, റഗിബയുടെ കൂടെ ഫി ആണ് വരുന്നതെങ്കിലോ ഇഷ്ടപ്പെടുക എന്നും. ഓക്കെ, റഗിബ്തു ഫീഹി, ഞാൻ അവനിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. ഓക്കെ, റഹിബത്തു അൻഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വെറുത്തു. റഹിബത്തു ഫീഹി പറഞ്ഞാൽ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു, റഹിബത്തു അൻഹു പറഞ്ഞാൽ ഞാൻ അവനെ വെറുത്തു. ഒറ്റ ഈ അന്നും ഫീയും വരുന്ന മാറ്റത്തിനാണ് അതൊക്കെ ഉള്ളത്. ഇപ്പോൾ വർഗബ് എന്ന് പറഞ്ഞാൽ നീ വെറുക്കുക, നീ വർഗബ് ഫീ എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുക എന്നായിരിക്കും. ഇവിടെ നല്ല ശ്രദ്ധിക്കുക, വർഗബ് നീ വെറുക്കുക. ഇവിടെ ഏതുപോലെ റഗിബ സമിഅ ഇസ്മവാണ്, റഗിബ യർഗബു യർഗബ്. ഓക്കെ, ഇവിടെ ഫി എന്ന് വെച്ചാൽ, അത് റഗിബ ഫി എന്ന് വെച്ചാൽ അത് മഹ്ബൂബ്, ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്കായിരിക്കും. ഇനി അന്ന് വെച്ചാൽ വെറുക്കുക എന്നുള്ള അർത്ഥത്തിനായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇപ്പം എങ്ങനെ പറയും, ബഫുലാനുൻ യർഗബു അൻകദ, ഒരു മനുഷ്യൻ അതിനെ വെറുക്കുന്നു. അപ്പോൾ എങ്ങനെ യക്റഹു, മനുഷ്യൻ അതിനെ വെറുക്കുന്നുണ്ട് അർത്ഥം പറയാറുള്ളത് എങ്ങനെയാണ്, ഫുലാൻ യർഗബു അൻ കദ, ആ വസ്തു, അൻ ഹാദ, അല്ലെങ്കിൽ ആ വസ്തുവിനെ തൊട്ടൊരു മനുഷ്യൻ വെറുക്കുന്നു അല്ലേ. ഇനി നേരെ ഓപ്പോസിറ്റ്, ആ ഒരു വസ്തുവിനെ അയാൾക്ക് ഇഷ്ടമാണ് എന്നാണ്, ഫുലാനുൻ യർഗബു ഫീ കദ, അല്ലെങ്കിൽ ഫീ ഹാദി, ഈ വസ്തുവിൽ ഒരു മനുഷ്യനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഫുലാനുൻ യർഗബു അൻ ഫതാത്തിൻ എന്ന് പറഞ്ഞാലോ, ഒരു മനുഷ്യൻ ഒരു യുവതിയെ വെറുക്കുന്നു. നേരെ ഓപ്പോസിറ്റ്, ഫുലാനുൻ യർഗബു ഫി ഫതാത്തിൻ, ഒരു യുവതിയെ ഒരു യുവാവ് ഇഷ്ടപ്പെടുന്നു. രണ്ട് ഓപ്പോസിറ്റ് അർത്ഥമാണ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഇവിടെ അനിൽ ലിആബി എന്നുള്ളത് ബി കസ്റിൽ ലാം. ഓക്കെ, ലാമിന് കസ്ർ കൊടുത്തിട്ട്. പിന്നെ ലാബ് എന്നുള്ളതിൻ്റെ ജമ്മാണ് ലിആബ് കേട്ടോ. ഇവിടെ ലിആബ് എന്ന് വായിക്കാറുണ്ട്, ലുആബ് എന്ന് മറ്റു കോപ്പികളിലൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും വർഗബാനിൽ ലിആബി വൽ മാലാഹി എന്നാണ് അതിനേറ്റവും ബെറ്ററായ ഏറ്റവും രൂപം. ഇവിടെ ലിആബ് എന്ന് പറഞ്ഞാൽ അധികരിച്ച കളി എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ.
ലാബായി കസീറുൽ ലാബ് വൽ മിസാഹ് എന്നുള്ള അർത്ഥത്തിനെക്കൊണ്ട് അധികരിച്ച കളിയെ നിങ്ങൾ ഉപേക്ഷിക്കണം, അതിനെ വെറുക്കണം എന്നൊക്കെയാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് വൽ മലാഹി എന്നാണ്. മലാഹി എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ, കളികൾ, അതുപോലെ തന്നെ വിനോദ ഉപകരണങ്ങൾക്കും മലാഹി എന്ന് പറയും കേട്ടോ. ആലാത്തുല്ലഹു എന്ന് പറയും. വിനോദ ഉപകരണങ്ങൾക്കും എന്ത് പറയും? മലാഹി എന്ന് പറയാറുണ്ട്. ലഹ്വ്, ലാബ്. ലാബ് പറഞ്ഞ കളി, ലഹ്വ് പറഞ്ഞ വിനോദം, തമാശ എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഓക്കെ, ലഹ്വും ലാബും തമ്മിലുള്ള വ്യത്യാസം. ലഹ്വ് ലഹ്വ് എന്ന് പറഞ്ഞത് അതിൻ്റെ ശേഷം ഒരിക്കലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ്. തമാശകൾ കൊണ്ട് പ്രയാസമുണ്ടാക്കുകയല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാൽ കളി കൊണ്ട് ലാബ് ലഹ്വ് കളി കൊണ്ട് ചിലപ്പോൾ കളി കൊണ്ട് പലതും അർത്ഥമാക്കാറുണ്ട്. കളിപ്പിക്കൽ കൊണ്ട് എന്താക്കാം? അതവ് പഠിപ്പിക്കുക അല്ലേ? അതുപോലെ തന്നെ ബുദ്ധി വർദ്ധിപ്പിക്കാനുള്ള ചില കളികൾ, അങ്ങനത്തെ പല വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലഹുവും ഒന്നല്ല. ലൈബ് പറഞ്ഞാൽ കളി, ലഹ്വ് പറഞ്ഞാൽ തമാശകൾ, വിനോദങ്ങൾ എന്നൊക്കെ അർത്ഥം കേട്ടോ. പിന്നെ അടുത്ത പറഞ്ഞത് ഫൽ ഇൽമു, കാരണം ഇൽമാകുന്നത്. ഫാൻ്റെ ഇവിടെ ഉദ്ദേശം എന്താണ്? കാരണം. ഫൽ ഇൽമു, ഇൽമാകുന്നത്. ഇവിടെ ഫാ എന്തിനേക്കാണ്? താലീലിന്, അഥവാ കാരണം എന്നർത്ഥം. അൽ ഇൽമു, ലം യഹ്സുൽ, അത് ലഭിക്കുകയില്ല. ലം യഹ്സുൽ, ഹസല യഹ്സുൽ, ലഭിക്കപ്പെടുകയില്ല അല്ലേ? ലഭിക്കുകയില്ല. ലം യഹ്സുൽ, ഹസല യഹ്സുലു, ലം യഹ്സുൽ, അത് ലഭിക്കുകയില്ല, കരസ്ഥമാകുകയില്ല. ലിഖൽബിൻ, ഒരു ഹൃദയത്തിനേക്ക്. എങ്ങനത്തെ ഹൃദയമാണ്? ലാഹിൻ, ഗാഫിലിൻ എന്നൊക്കെ അർത്ഥം. അശ്രദ്ധമായിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ഇൽമ് ലഭിക്കുകയില്ല. ഇവിടെ ലാഹിൻ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ കൂടെ ഒരു യാ ചേർത്തത് ഒന്ന് കവിതയ്ക്ക് വേണ്ടി ഒപ്പിച്ച് പറഞ്ഞാൽ മലാഹി, ലാഹി. ഓക്കെ, ലാഹിൻ എന്നേ ഉള്ളൂ. ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ ആശയം എന്താണ്? ഒരു മുത്തഅല്ലിമിനിക്ക് ഫയംബായി അല്ലെങ്കിൽ ഫയജിബാൽ മുത്തഅല്ലിമി അയ്യക്കൂന, അവനായിരിക്കണം എങ്ങനെ? കാരിഹല്ലാബ് അല്ലേ? അവന് കളികളെ വെറുക്കുന്നവനായിരിക്കണം. വല്ലഹ്, അതുപോലെ തന്നെ തമാശകളെയും വിനോദങ്ങളെയും, ആലാത്തിഹിമ, കളിയുടെയും വിനോദത്തിൻ്റെയും ഉപകരണങ്ങളൊക്കെ അവൻ വെറുക്കണം. കാരണം ഫൈനൽ ഇൽമ് ലാ യഹ്സുലു, അത് ലഭിക്കുകയില്ല, ഇല്ലാ ലിഖൽബിൻ, ഒരു ഹൃദയത്തിനല്ലാതെ. എങ്ങനത്തെ ഹൃദയമായിരിക്കണം? ഹാലിരിൻ, നല്ല സന്നിഹിതമായ ഹൃദയമായിരിക്കണം. അഥവാ ഒരു സദസ്സിൽ, ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ മുഴുവൻ മനസ്സും അവൻ്റെ ക്ലാസ്സിലായിരിക്കണം. അതുപോലെ തന്നെ ഖൽബിൻ ഹാലിരിൻ ഷാഹിദിൻ, അവിടെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ അവൻ്റെ തടി മാത്രമല്ല അവൻ്റെ മനസ്സും ആ ഇൽമ പഠിക്കുന്ന സദസ്സിലുണ്ടായിരിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് ഇൽമ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞത് നല്ല അശ്രദ്ധമായിരിക്കാതെ ശ്രദ്ധയോടുകൂടെയുള്ള ഹൃദയങ്ങൾക്ക് ഇൽമ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായ ശ്രദ്ധ ലഭിക്കണമെങ്കിൽ കളികളും തമാശകളും അല്പം ഉപേക്ഷിക്കേണ്ടി വരും. ആവശ്യത്തിന് മാത്രം കളിച്ച് പഠനത്തിന് ബുദ്ധിമുട്ടാകാത്ത, പ്രയാസമാകാത്ത രൂപത്തിലുള്ള കളികളിൽ മാത്രം കളികളെ ഒതുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പഠനത്തിനേക്ക് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഈ കവിതയിൽ നിന്നും മഹാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്ക് ഇത് മൊത്തത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയാം? കളികളെയും തമാശകളെയും, കളി ആയുധങ്ങളെയും, തമാശയുടെ വിനോദങ്ങളെയും എല്ലാം നീ ഒഴിവാക്കുക, നീ വെറുക്കുക. കാരണം കളിയിലും അശ്രദ്ധയിലുമായ ഹൃദയത്തിനിക്ക് ഇൽമ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസമ വഹുവ ഷഹീദ്. ഹൃദയമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടി ശ്രദ്ധിച്ച് കേൾക്കുന്നവനാണ് അതിൽ നിന്ന് അവനിക്ക് ഉപദേശം മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ കേവലം ഒരു തടി ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, അവൻ്റെ ഹൃദയം കൂടി അവിടെ ഹാജറാവണം എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ വർഗബാനിൽ ആബി വൽ മാലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലിഖൽബില്ലാഹി. വർഗബനിൽ ആബി കളികളെ നീ വെറുക്കുക, വൽ മലാഹി വിനോദങ്ങളെയും, ഫൽ ഇൽമു കാരണം ഇൽമ്, ലം യഹ്സുൽ അത് ലഭിക്കുകയില്ല, ലിഖൽബിൻ ലാഹി അശ്രദ്ധമായിരിക്കുന്ന ഹൃദയത്തിനിക്ക് ഇൽമ് ലഭിക്കുകയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.